ബാപ്പായെന്നോരു വിളിയിലുണ്ട് കാണാക്കിനാവിന്റെ പ്രതീക്ഷയെന്നും സ്നേഹം പറയാനായി കവി. നമ്മൾ ഓരോരുത്തരും ഇതുപോലെ നമ്മുടെ വാപ്പമാരുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. നമ്മൾ അനുഭവിക്കുന്ന പല സന്തോഷങ്ങളും പല സുഖങ്ങളും അവർ സ്വമേധയാ അവരുടെ സന്തോഷവും സുഖവും മാറ്റിവെച്ചതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ അനുഭവിക്കുന്നതെല്ലാം. ഈ വീഡിയോ ഞാനിവിടെ കാണിച്ചെന്നറിയാം. കഴിഞ്ഞ ദിവസം ഒരു ഉപ്പയുമായി ഞാൻ കുറേ നേരം സംസാരിച്ചു. അദ്ദേഹം മിഴി തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം, പെൻഷൻ കിട്ടിയ പൈസ എല്ലാം കൂടെ കൂട്ടിവെച്ചിട്ട് മകനിക്കൊരു ബൈക്ക് വാങ്ങിക്കൊടുത്തു. ഒരിക്കലാ വാപ്പ പഞ്ചായത്തിലേക്ക് പോകാൻ നേരത്ത് മകനോട് പറഞ്ഞു, എന്നെ ഒന്ന് പഞ്ചായത്തിൻ്റെ വാതിൽക്ക് ഇറക്കി തരാൻ പറഞ്ഞു. മകൻ പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം, വാപ്പ നടന്നു പോയിക്കോളാൻ പറഞ്ഞു. ഉച്ച സമയമാണ്, നല്ല വെയിൽ. ആ മനുഷ്യൻ ആ എരിപൊരിയുന്ന വെയിലത്ത് നടന്ന് പഞ്ചായത്തിൽ പോയി. പഞ്ചായത്തിൻ്റെ വാതിൽക്കലേക്ക് എത്തുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൻ കൂട്ടുകാരൻ്റെ വാപ്പാനെ ആ പഞ്ചായത്തിൻ്റെ വാതിൽക്കൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്നത് സ്വന്തം വാപ്പ കാണുകയാണ്. ഇങ്ങനെ കുറേ ആളുകളുണ്ട്. മറ്റുള്ളവർക്ക് നല്ലവരാണ് അവർ. കൂട്ടുകാരൻ്റെ വാപ്പ വാപ്പിച്ചിയാണ്, കൂട്ടുകാരൻ്റെ ഉമ്മ ഉമ്മിച്ചിയാണ്. സ്വന്തം വാപ്പായ ഉമ്മാനെ അങ്ങനെ താലോലിച്ച് വിളിക്കാൻ അവരെ കൊണ്ട് കഴിയത്തില്ല. നമ്മുടെ കൂട്ടുകാരൻ്റെ വാപ്പാനും ഉമ്മയൊക്കെ നമ്മൾ താലോലിച്ച് വിളിച്ചോ, നല്ലത് തന്നെ. പക്ഷേ അവരോട് മാത്രമാകരുത് നമ്മുടെ പ്രിയവും സ്നേഹവും. അവരുടെ മനസ്സിൽ മാത്രമാകരുത് നമുക്ക് അംഗീകാരം. അവരെ കൊണ്ട് മാത്രം നല്ലതെന്ന് പറയിപ്പിച്ചാൽ പോരാ. നമ്മൾ ആദ്യം പരിഗണന കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം വാപ്പാക്കും ഉമ്മാക്കും. നമ്മളെല്ലാവരും മറ്റുള്ളവർക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരമുള്ളവനാണ്. ജനങ്ങൾക്കെല്ലാം നമ്മൾ വളരെ പ്രിയമായിരിക്കും. പക്ഷെ സ്വന്തം വീട്ടുകാർക്ക് ഉപകാരവും ഗുണവും ഇല്ലെങ്കിൽ നമ്മൾ ആളുകൾക്കിടയിൽ എത്ര വലിയ മഹാനും എത്ര വലിയ അംഗീകാരമുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വ്യക്തിപ്രഭാവം എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കിടയിൽ അംഗീകാരം കിട്ടുക എന്നുള്ളതല്ല. ഒരാൾക്ക് ആദ്യം അംഗീകാരം ഉണ്ടാകേണ്ടത് സ്വന്തം വീട്ടിലാണ്. സ്വന്തം മാതാപിതാക്കൾക്ക് അയാൾ എങ്ങനെയാണ്, സ്വന്തം ഭാര്യയ്ക്ക് എങ്ങനെയാണ്, ഇതാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ വ്യക്തിപ്രഭാവം. അല്ല ജനങ്ങൾക്കിടയിൽ അയാൾ വലിയ പ്രിയപ്പെട്ടവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കട്ടെ.